സ്വന്തമായി വീട്ടിൽ 2 കുട്ടികളും അമ്മയും അച്ഛനും ഭാര്യയും ഉണ്ടായിരുന്നു. എന്നാൽ ആദിൽ അവിടുത്തെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. സ്വന്തമായ അച്ഛനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടും അവിടെ നിന്ന് എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി, നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ആതിര നമുക്ക് മാതൃകയല്ലേ. കല്യാണം കഴിച്ച് 6-ാം ദിവസം വിധവയായ വ്യക്തിയാണ്. അവരുടെ ഭാര്യയെ, അവരുടെ സ്വന്തം ഭർത്താവിനെ കാട്ടി വലുതല്ലല്ലോ അവർക്ക് കാശ്മീരികൾ. പക്ഷെ ഹിമാൻഷി തന്റെ സ്വന്തം ഒന്നും നോക്കാതെയാണല്ലോ എന്റെ ഭർത്താവ് മരിച്ചു, പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കും. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ട്. ആ നന്മ എന്ന് പറയുന്ന മഹത്തരമായ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് അവന് തോന്നുന്ന നന്മയല്ല, പകരം ഇതെല്ലാം എന്തെങ്കിലും സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു ഗ്രോത്ത് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം ഒരുപാട് അങ്ങനെ നന്മകളുണ്ട്. ഒരമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. മൈത്രേയൻ നന്മ, ദയ, സഹാനുഭൂതി, കാരുണ്യം ഇല്ലാന്ന് പറയുന്നില്ല. നമ്മളിലേക്ക് എത്തിച്ചേർന്ന് എങ്ങനെയാണ് എന്ന് മാത്രം. അത് ഞാൻ അടക്കമുള്ള വിശ്വാസികളോ അല്ലെങ്കിൽ സെന്ററേറ്റ് നിൽക്കുന്നവരോ അത് മനുഷ്യന്റെ നന്മയായിട്ടാണ്, ആദിലിന്റെ നന്മയായിട്ടാണ്. ഇനി തിരിച്ചു ചോദിച്ചോട്ടെ, ആദിലിന്റെ സംഘബോധത്തിന്റെ വളർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് സ്വന്തം അച്ഛനെ അമ്മയെ കുറിച്ച് ചിന്തിച്ചില്ല? ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ല? ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഒന്ന് ആദ്യം മൈത്രേയൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നത് ബഹുമാനമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാറുവാണ് ലോകത്തിലെ അറിവെന്നൊന്നും ധരിക്കരുത്. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. സാറിന് മാത്രമാണ് അറിവ്, ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ്. ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല.